ഹലോ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരുപാട് റിക്വസ്റ്റ് വന്ന ഒരു ഐറ്റമാണ് നമുക്ക് റസ്ക് പൊടി വീട്ടിലുണ്ടാക്കുന്ന ഇതുപോലെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന പോലത്തെ റസ്ക് പൊടി ഉണ്ടാക്കണത് കാണിക്കണേ എന്നുള്ളത്. അപ്പോൾ അതാണ് ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ എടുക്കൽ ഇതുപോലത്തെ ബ്രെഡാണ് കേട്ടോ. നമുക്ക് വൈറ്റ് ബ്രെഡാണ് വേണ്ടത്. അത് സ്ക്വയർ ബ്രെഡ് ആയാലും ഇതുപോലത്തെ നീളത്തിലുള്ള ബ്രെഡ് ആയാലും ഒന്നും കുഴപ്പമില്ല. മുഴുവനായിട്ട് വേണം, ബ്രൗൺ കളർ മാത്രമല്ല വൈറ്റ് ആണ് കൂടുതൽ വേണ്ടി കേട്ടോ. അതിന് പകരം നിങ്ങൾക്ക് ബ്രൗൺ ബ്രെഡ് ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബ്രൗൺ ബ്രെഡ് ഉപയോഗിക്കാം കേട്ടോ. ഇനിയിപ്പോൾ അതെല്ലാം ഒന്ന് മിക്സിയിലൊക്കെ ഒന്ന് മുറിച്ചിട്ടിട്ട് നന്നായിട്ട് ഇതിനൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് പാൻകോ ബ്രെഡ് ക്രംസ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്ന വൈറ്റ് കളറിലുള്ള ബ്രെഡ് ക്രംസ് ഇല്ലേ, അതാണ് ഇപ്പോൾ ഞാൻ കാണിക്കുന്നത് കേട്ടോ. അതാണ് ഉണ്ടാക്കുന്നത് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ സൈഡ് മാത്രം ബ്രെഡ് മുറിച്ചിട്ട് സൈഡ് മാത്രം പൊടിച്ചെടുത്ത് കഴിഞ്ഞാൽ ഈ ഒരു വൈറ്റ് കളറിൽ കിട്ടൂല, ബ്രൗൺ കളറായി പോകും. ഇപ്പോൾ അതെല്ലാം പാനിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു പാൻ ചൂടാകുന്ന വരെ നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെക്കുക. പാൻ ഒന്ന് ചൂടായി എന്ന് കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമുക്ക് തീ സിമ്മാക്കി കൊടുക്കണം കേട്ടോ. ഇനി ഇത് കൈയെടുക്കാണ്ട് ഇളക്കിയും കൊടുക്കണം. ഇത് മാത്രമേ ഇതിലൊരു പണിയുള്ളൂ കേട്ടോ. കൈയെടുക്കാണ്ട് ഇളക്കിയും കൊടുക്കണം. കാരണം ബ്രെഡാണ്, പെട്ടെന്ന് അടിഭാഗം ബ്രൗൺ കളർ ആയി പോകും. അങ്ങനെ ആവാൻ പാടില്ല. അങ്ങനെ ഇളക്കിയും കൊടുക്കണം. അപ്പോൾ പാൻ ഒന്ന് ചൂടായിട്ടുണ്ട്. ഞാനൊന്ന് സിമ്മിലാക്കി വെക്കുന്നുണ്ട്. ഏറ്റവും കുറച്ച് വെക്കണം. നിങ്ങൾക്ക് അടുപ്പിൽ എത്രത്തോളം കുറച്ച് വെക്കാൻ പറ്റും അത്രത്തോളം തീ കുറച്ച് വെക്കണം. എന്നിട്ട് ഒരു 8 മിനിറ്റോളം ടൈം എടുക്കും കേട്ടോ ഇതിങ്ങനെ ആയി വരാൻ വേണ്ടിയിട്ട്. ഇതിലത്തെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ട് നമ്മൾ കൈ കൊണ്ടൊന്ന് എടുത്ത് നോക്കിയാൽ മണൽ പോലെ കയ്യിൽ വീഴണം കേട്ടോ. നല്ല എന്താ പറയുക, മണൽ പോലെ പൂഴി പോലെ എന്നൊക്കെ പറയില്ല, അതുപോലെ ആകുന്നവരെ ഇളക്കിയും കൊണ്ട് നിൽക്കണം. കളറ് മാറാൻ പാടില്ല. അപ്പോൾ ഞാൻ എടുത്ത് നോക്കുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം റെഡി ആയിന് കേട്ടോ. ഒരു 8 മിനിറ്റോളം ആയിട്ടുണ്ട്. നന്നായിട്ട് ഇതാ നമ്മളിങ്ങനെ എടുത്തു കഴിഞ്ഞാൽ മണൽ പോലെ വീഴും. ഈ ഒരു പാകത്തിലായി കഴിഞ്ഞാൽ ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. എന്നിട്ട് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം കേട്ടോ. ഇപ്പോൾ അതാ ചൂടൊക്കെ ആറിയിട്ടുണ്ട്. ഇപ്പോൾ അതാ കൈ കൊണ്ട് എടുക്കാൻ പറ്റുന്ന പാകമായി. ഇതിപ്പോൾ കണ്ടോ, നല്ല കളറും ഉണ്ട്, അതേപോലെ തന്നെ നല്ല മണൽ പോലെയാണ് ഉള്ളത്. ഇതൊരു ഒരു 6 മാസം വരെ നമുക്കത് സ്റ്റോർ ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. കുപ്പിയിലാക്കിയിട്ട് അടച്ചു വെച്ചാൽ മതി. അതുപോലെ തന്നെ ആ കുപ്പി നമ്മൾ ആവശ്യത്തിന് എടുക്കുന്ന സമയത്ത് ബാക്കി വരുന്നത് നിങ്ങൾ അതിലേക്ക് ഇടാണ്ട് ആക്കി വെച്ചാൽ മതി കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഒരു 6 മാസത്തോളം ഇത് കേടാവാണ്ട് എയർ ടൈറ്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മൾ റസ്ക് പൊടിക്കൂല കേട്ടോ. എനിക്കൊരു കമൻറ്റ് വന്നിരുന്നു, റസ്ക് പൊടിച്ചാൽ പിന്നെ വറക്കണമെന്ന് വെച്ചിട്ട്. റസ്ക് ഒരിക്കലും പൊടിക്കില്ല, ബ്രെഡ് മാത്രമാണ് പൊടിക്കാം.